iQOO Z10R എന്ന പേരിൽ മറ്റൊരു മിഡ് റേഞ്ച് ഫോൺ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ഫോണിനെക്കുറിച്ച് iQOO ഇതുവരെ കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ലെങ്കിലും ഒരു പുതിയ ചോർച്ച മിഡ് റേഞ്ച് ഉപകരണത്തിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് നമുക്ക് സൂചന നൽകുന്നു. iQOO Z10R പ്രതീക്ഷിക്കുന്ന സവിശേഷതകൾ. iQOO Z10Rൽ 6.77 ഇഞ്ച് 120 ഹെർട്സ് ക്വാഡ് കർവ്ഡ് OLED ഡിസ്പ്ലേ ഉണ്ടായിരിക്കും. മോട്ടറോള എഡ്ജ് 60 ഫ്യൂഷൻ, റിയൽമി നാർസോ 80 പ്രോ എന്നിവയ്ക്ക് കരുത്ത് പകരുന്ന മീഡിയടെക് ഡൈമെൻസിറ്റി 7400 പ്രോസസ്സറാണ് ഇതിന് കരുത്ത് പകരുന്നതെന്ന് പറയപ്പെടുന്നു. ഡിസൈനിന്റെ കാര്യത്തിൽ സമാനമായ ക്യാമറ മൊഡ്യൂളും ഓറലൈറ്റിനുള്ള പിന്തുണയുമുള്ള വിവോയുടെ V50 സീരീസിനോട് iQOO Z10R വളരെ സാമ്യമുള്ളതാണ്. iQOO ബ്രാൻഡിംഗ് താഴെയാണ്. പിൻഭാഗം പ്ലാസ്റ്റിക് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. മികച്ച ഇൻഹാൻഡ് ഫീലിനായി വളഞ്ഞ അരികുകളുമുണ്ട്. 90 വാട്ട് വയർഡ് ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള പിന്തുണയുള്ള 6000 mAh ബാറ്ററിയുമായി ഈ ഫോൺ വരുമെന്ന് സൂചനയുണ്ട്. ഈ വർഷം പുറത്തിറക്കിയ മറ്റ് iQOO ഫോണുകളെപ്പോലെ ആൻഡ്രോയിഡ് 15 അടിസ്ഥാനമാക്കിയുള്ള ഫണ്ടച്ച് OS 15ൽ ഫോൺ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട്. ഓപ്റ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം iQOO Z10R ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ OIS പിന്തുണയുള്ള 50 MP പ്രൈമറി ഷൂട്ടറുമായി വരാം. സെൽഫികൾക്കും വീഡിയോ കോളുകൾക്കുമായി മുൻവശത്ത് 32 അല്ലെങ്കിൽ 50 MP ഷൂട്ടർ ഉണ്ടാകാം. സെൽഫി പിൻ ക്യാമറകളിൽ നിന്ന് 4K വീഡിയോ റെക്കോർഡിംഗ് പിന്തുണയ്ക്കുന്ന ഫോൺ ഉണ്ടാകുമെന്ന സൂചനയുണ്ട്. ഫോണിന്റെ കൃത്യമായ വില ഇതുവരെ ഞങ്ങൾക്ക് അറിയില്ലെങ്കിലും മുകളിൽ പറഞ്ഞ 20,000 രൂപ വില ബ്രാക്കറ്റിൽ iQOO Neo 10R, iQOO Z10 പോലുള്ള രണ്ട് ഓപ്ഷനുകൾ iQOOയിൽ ഇതിനകം തന്നെ ഉള്ളതിനാൽ 20,000 രൂപത്തിൽ താഴെയാകുമെന്ന് ഒരു നല്ല അനുമാനം. ഗീക്ബെഞ്ച് ലിസ്റ്റിംഗിൽ 1099 എന്ന സിംഗിൾ കോർ സ്കോറും 2989 എന്ന മൾട്ടി കോർ സ്കോറും ഉള്ളതായി ഫോൺ നേരത്തെ കണ്ടെത്തിയിരുന്നു. iQOO ലോഞ്ചിന് ശേഷം വിവോ T4R ബ്രാൻഡിംഗിൽ ഫോൺ പുറത്തിറക്കിയേക്കാം.